തിരുവനന്തപുരം കിളിമാനൂർ തട്ടത്തുമലയിൽ അപകടത്തിൽപ്പെട്ട ടാങ്കറിൽ നിന്ന് ഇന്ധനം മാറ്റാനുള്ള ശ്രമം ആരംഭിച്ചു. BPCLന്റെ പ്രത്യേക ടീമാണ് ഇന്ധനം മാറ്റുന്നത്. പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചിട്ട് മണിക്കൂറുകൾ പിന്നിട്ടു. AV ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കിളിമാനൂർ തട്ടത്തുമലയ്ക്ക് സമീപം ഇന്ന് പുലർച്ചെ 2 മണിയോടുകൂടിയാണ് ടാങ്കർ ലോറി അപകടത്തിൽപ്പെടുന്നത്. അടുത്തുള്ളൊരു തോട്ടിലേക്കായി ലോറി മറിയുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോഴും ആ ലോറി അവിടെ നിന്ന് മാറ്റിയിട്ടില്ല. കാരണം അതിൽ ഇന്ധനം മാറ്റുന്നതിൽ വലിയ കാലതാമസം ഉണ്ടായി. 7 മണിയോടുകൂടിയാണ് ഈ മറിഞ്ഞ വാഹനത്തിൽ നിന്ന് ടാങ്കറിൽ നിന്ന് മറ്റൊരു ടാങ്കറിലേക്ക് ഇന്ധനം മാറ്റുന്ന പ്രക്രിയകൾ ആരംഭിച്ചത്. ഈ BPCLന്റെ കൊച്ചിയിലെ ഉദ്യോഗസ്ഥരെത്തി, ടെക്നിക്കൽ ടീം എത്തിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ആരംഭിച്ചത്. ഈ ഇന്ധനം വളരെ പതുക്കെയാണ് മറ്റൊരു ടാങ്കിലേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും 5 മണിക്കൂറിലധികം ശരാശരി സമയം ഇതിനെടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. രാവിലെയോടുകൂടിയായിരുന്നു ഇത്തരത്തിലൊരു അപകടം. ഈ അപകടത്തിൽ ഈ വാഹനത്തിൻ്റെ ഡ്രൈവർക്കും ഒപ്പം തന്നെ ക്ലീനർക്കും സാരമായ പരിക്കുകളുണ്ടായിരുന്നു. ഇവരെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഈ പ്രദേശത്ത് കഴിഞ്ഞ 17 മണിക്കൂറിലധികം നേരമായി കറണ്ട് ഉൾപ്പെടെ വൈദ്യുതി ഉൾപ്പെടെ വിച്ഛേദിച്ച് വലിയ ജാഗ്രതയാണ് പുലർത്തുന്നത്. നാട്ടുകാർ ഉൾപ്പെടെ വൈകുന്നേരങ്ങളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയ പ്രതിഷേധങ്ങളും മറ്റും ഉയർത്തിയിരുന്നു. കാരണം അവർക്ക് ഭക്ഷണം മറ്റും പാകം ചെയ്യുന്ന അടക്കം വലിയ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പക്ഷേ ഫയർഫോഴ്സ് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വലിയ ജാഗ്രത പുലർത്തി. രാവിലെ മുതൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരടക്കം പോലീസ് ഉൾപ്പെടെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള ആളുകൾ പ്രദേശത്തുണ്ട്. ഇപ്പോഴും ആ ജാഗ്രത തുടരുകയാണ്. വലിയൊരു ദൗത്യം തന്നെയാണ്. കാരണം ഈ ആദ്യഘട്ടത്തിൽ ഈ ടാങ്കറിൽ നിന്ന് ഈ പെട്രോളിയം ഉൽപ്പന്നം അടുത്ത തോട്ടിലേക്ക് ഒഴുകിയത് കാരണം വലിയ തോതിലുള്ള ഒരു അപകടം ഒഴിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഫയർഫോഴ്സ് കുറച്ച് മണിക്കൂറുകൾ പണിപ്പെട്ടതിന് ശേഷമാണ് ഈ ടാങ്കറിലെ ലീക്ക് ഒഴിവാക്കാനായത്. 18 മണിയോടുകൂടി ടാങ്കർ ഭാഗികമായി ഉയർത്തി. അതിനുശേഷം കൊച്ചിയിലെ BPCL യൂണിറ്റിൽ നിന്നും ഈ ഇന്ധനം മാറ്റാനുള്ള ഉപകരണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു. എന്തായാലും 7 മണിയോടുകൂടി ഇന്ധനം മാറ്റൽ ആരംഭിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് മണിക്കൂറുകൾ ഇതിനെടുക്കും. എന്തായാലും ക്രെയിൻ ഉൾപ്പെടെയുള്ള ഈ ടാങ്കർ ഉയർത്താനുള്ള സംവിധാനങ്ങൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഫയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഇനി എത്ര സമയം ഏകദേശം എടുക്കും? ഇപ്പോൾ നിലവിൽ 5 കമ്പാർട്ട്മെൻറ്റിൽ ഓൾറെഡി 2 കമ്പാർട്ട്മെൻറ്റ് നമ്മൾ ഡ്രെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി മൊത്തം 3 കമ്പാർട്ട്മെൻറ്റും കൂടെയാണ് ഡ്രെയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഏകദേശം ഓരോ മണിക്കൂർ എടുക്കും ഓരോ കമ്പാർട്ട്മെൻറ്റ് ഡ്രെയിൻ ചെയ്യുന്നതിന്. അതായത് 3 മണിക്കൂർ, ഇനി ഡ്രെയിൻ ചെയ്യാനും ഒരു 3 അവർ, അതുപോലെ ഇതിന് വലിച്ചെടുക്കാനായിട്ട് ഒരു 1 അവർ കൂടെ എടുക്കും. ഇത് പൂർണ്ണമായി മാറ്റിയതിന് ശേഷം മാത്രമല്ലേ ക്രെയിൻ ഉപയോഗിച്ചത് പുറത്തേക്ക് എടുക്കുള്ളൂ? അതേ ഉള്ളൂ. ഇത് ഫുള്ള് ഡ്രെയിൻ ചെയ്തതിന് മാത്രമേ, അതിന് ശേഷം മാത്രമേ ക്രെയിൻ ഉപയോഗിച്ചത് എടുക്കത്തുള്ളൂ. ഈ പ്രദേശത്ത് ഇപ്പോഴും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല? ഇല്ല. ഈ പ്രദേശത്ത് ഇപ്പോഴും കറണ്ട് ഇല്ല. ഈ തീ കത്തിക്കുന്നൊക്കെ ഇവിടെ നിയന്ത്രണം ഉണ്ടോ? ഈ പ്രദേശത്ത് നിയന്ത്രണമുണ്ട്. ജാഗ്രത പുലർത്തണമല്ലോ. അതെ, ജാഗ്രത വേണം. എന്തായാലും പ്രദേശത്ത് വലിയ തോതിൽ ജാഗ്രത പുലർത്തണമെന്നാണ് ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. ഇനിയും കുറച്ച് മണിക്കൂറുകൾ കൂടി ഇത് മാറ്റാൻ എടുക്കും. അതിനുശേഷം മാത്രമായിരിക്കും വൈദ്യുതി ബന്ധം ഉൾപ്പെടെ പുനഃസ്ഥാപിക്കുന്ന കാര്യത്തിലേക്ക് കടക്കുക. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഈ അപകടവുമായി ബന്ധപ്പെട്ട് കുറച്ച് വേഗത കുറഞ്ഞു എന്നുള്ള ആക്ഷേപമെല്ലാം ജനങ്ങൾക്കുണ്ട്. എന്തായാലും അതെല്ലാം ഈ ക്രെയിൻ ഉപയോഗിച്ച് ഈ ടാങ്കർ ഇവിടുന്ന് മാറ്റിയതിന് ശേഷം ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. എന്തായാലും കൊട്ടാരക്കരയിൽ നിന്ന് ക്യാമറമാൻ നന്ദകിഷോറിനൊപ്പം ജയശങ്കർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.